നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശേഷങ്ങളൊക്കെ സഞ്ജു വിളിച്ചു പറഞ്ഞു. അമ്മോനിപ്പോ നമ്മളെയൊക്കെ അറിയാല്ലേ? ഒരു അഗ്നിപരീക്ഷ മാറി കടന്നു എന്ന് തന്നെ പറയാം. അമ്മോൻ എപ്പോഴായാലും നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആരെയും വേദനിപ്പിക്കാതെ ജീവിച്ചു പോകാൻ ആഗ്രഹിച്ചവൾ അമ്മു. അവൾക്ക് അങ്ങനൊരവസ്ഥ വന്നത് അവളെ അറിയുന്ന നമുക്ക് വേദന തന്നത്. ഇപ്പോഴും അതിന്റെ കുറ്റബോധം അവൾക്കുണ്ട്. അമ്മ ഇപ്പോഴും മനയിലല്ലേ ഉള്ളത്? അല്ല, അവൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു. അവള് ഗോവിന്ദ് വഴി ഒരു ജോലി കണ്ടെത്തി ബാംഗ്ലൂരിലേക്ക് പോകാൻ ബസ് കയറിയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അത് വേണ്ടായിരുന്നു. എത്ര കാലം അവള് മംഗലശ്ശേരി നിൽക്കുന്നത്. അവളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ജോലിയായിരുന്നു. അമ്മൂന് സ്വാതിക്ക് കൊടുക്കാൻ കഴിയുന്ന സന്തോഷം ഒരു ജോലി വാങ്ങിക്കൊടുത്ത് അവളെ സ്വന്തം കാലിൽ നിർത്തുക എന്നുള്ളത്. സച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങനെ അവളെ സ്വതന്ത്രയാക്കി വിടാൻ പറ്റില്ല. അവളുടെ ഭർത്താവ് ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം. കിച്ചൻ എന്നൊരാളെ അവളുടെ ഭർത്താവായി ഇവിടെ തന്നെ ഒരാൾ കൊണ്ടുവന്നതാ. ഇത് ഞാൻ പറയുന്നതല്ല, കിച്ചൻ തന്നെ എന്നോട് ഏറ്റു പറഞ്ഞതാ. ഞാനൊന്ന് പറയട്ടെ സ്വാതി, അമ്മൂന് അവളുടെ ഭർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. അയാൾക്കൊപ്പം ഒരു ജീവിതവും അവൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെന്തിന് സ്വാതി അതിന്റെ പിന്നാലെ നടക്കണം? സ്വാതി ഇത് വിട്ടേക്ക്. എനിക്കതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല സച്ചി. എന്റെ അനിയത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് എനിക്കറിയണ്ടേ? ഈ വീട്ടിലുള്ള ഒരാളോട് ചേർന്ന് അന്യനായ ഒരു ചെറുപ്പക്കാരനെ ഭർത്താവെന്നും പറഞ്ഞ് എന്തിനവള് കൊണ്ടുവന്നു? എല്ലാത്തിനും എനിക്ക് ഉത്തരം കിട്ടണം. ഞാൻ എന്താ സ്വാതിയോട് പറയേണ്ടത്? അമ്മ മംഗലശ്ശേരിയിൽ വന്ന കാലം മുതലേ സച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ നല്ല സൗഹൃദത്തിലുമായിരുന്നു. എപ്പോഴെങ്കിലും അമ്മ അവളുടെ ഭർത്താവിനെ പറ്റി എന്തെങ്കിലും സൂചന സച്ചിക്ക് തന്നിട്ടുണ്ടോ? എല്ലാ വഴികളും അടഞ്ഞിട്ടാ ഞാൻ സച്ചിയെ വിളിക്കുന്നത്. പ്ലീസ് സച്ചി, സച്ചി ഒന്ന് ഓർത്തു നോക്ക്. ഞാൻ മംഗലശ്ശേരിയിൽ നിന്ന് പോരുമ്പോ പോലും അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവളോട് എനിക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത് മുതൽ അമ്മുവിനോട് ഞാൻ ആ കാര്യം ചോദിച്ചു തുടങ്ങിയതാ. അവളുടെ ദൈവമെന്നല്ലാതെ ഒരു സൂചനയും അമ്മു എനിക്ക് തന്നിട്ടില്ല. അവളുടെ ഭർത്താവ് അവൾക്ക് ദൈവമാണെങ്കിൽ ആ ദൈവത്തെ തേടി പോവാതിരിക്കുന്നതാ അവളോട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം. ശരി, സച്ചിയെ ബുദ്ധിമുട്ടിച്ചതിന് സോറി. സ്വാതിക്ക് എന്തൊക്കെയോ ബലപ്പെട്ട സംശയങ്ങളുണ്ട്. അവൾ അന്വേഷിക്കുന്നയാൾ സ്വന്തം ഭർത്താവാണെന്ന് മാത്രം സ്വാതിക്ക് മനസ്സിലായിട്ടില്ല. സ്വാതി സഞ്ജുവിലേക്ക് എത്താൻ ഇനി അധിക ദൂരമൊന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.